കോവിഡിന് ശേഷം ഞാൻ എൻ്റെ മക്കൾക്ക് രണ്ടാൾക്കും പുതിയ ടെക്സ്റ്റുകൾ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ. ആരെങ്കിലും പഴയ ടെക്സ്റ്റുകൾ വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. ബ്രൗൺ പേപ്പറൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. നല്ല പോലെ ഇരിക്കുകയാണ് കേട്ടോ. പഴയ ടെക്സ്റ്റ് എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. എൻ്റെ ടെക്സ്റ്റും എൻ്റെ ബുക്കും ഒക്കെ ആയിരുന്നെങ്കിൽ എൻ്റെ വല്ലിക്കായും കൊച്ചിക്കായൊക്കെ ആയിരുന്നു പൊതിഞ്ഞായിരുന്നത്. പിന്നെ ഒരു 5-6 ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തനിച്ച് തന്നെ പൊതിയുമായിരുന്നു. അപ്പോൾ സ്കെയിലാണ് കേട്ടോ നമ്മുടെ ടൂള്. ബ്രൗൺ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നെയ്സിൽ പൊട്ടിക്കുക. അത് അന്നും ഇന്ന് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നെയ്സിൽ പൊട്ടിക്കലും അതിൻ്റെ അകത്ത് പേരെഴുതലും അത് ഞാൻ മക്കൾക്ക് വിട്ടു കൊടുക്കൂല. അപ്പോൾ ഹിബൂസിനൊക്കെ നേരത്തെ ക്ലാസ് തുടങ്ങിയോണ്ട് അവളുടെ ടെക്സ്റ്റൊക്കെ നേരത്തെ പൊതിഞ്ഞത് റിസ്മോൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അവന് ടെക്സ്റ്റ് മേടിച്ചത് നമ്മുടെ റിലേറ്റീവ് തന്നെയായ പൊന്നൂസിൻ്റെ നിന്നാണ്. അപ്പം പൊന്നൂസിൻ്റെ ഒറിജിനൽ നെയിമാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഒരു ടെക്സ്റ്റ് എടുത്തപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഹിബൂസിൻ്റെ പേരും പുറത്ത് എഴുതിയിരിക്കുന്ന പൊന്നൂസിൻ്റെ പേരുമായിരുന്നു. കറങ്ങി തിരിഞ്ഞ് ഹിബായുടെ ടെക്സ്റ്റ് തന്നെ തിരിച്ച് കിട്ടിയതാണ്. അപ്പോൾ അതിൻ്റെ നേരെ കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്മോനും ഹിബായും എല്ലാവരും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ക്ഷീണം മാറ്റാൻ ഞങ്ങൾ കുറച്ച് സിപ്പൊക്കെ ആകാമെന്ന് വിചാരിച്ചു.